ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇപ്പോൾ സമയം 4 മണിയായിട്ടോ, വൈകുന്നേരം. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കാനുള്ളതൊക്കെ ഉണ്ടാക്കാൻ നോക്കാം. വൈകുന്നേരം മോക്ക് ബ്രെഡ് ടോസ്റ്റും പാലും എല്ലാക്കി പെട്ടെന്ന് കൊടുത്തതിന് ശേഷം നല്ലൊരു ചിക്കൻ കറീൻ്റെ റെസിപ്പി കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 വെല്ലുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, ഒരു 1.5 തക്കാളി, ഒരു 3 പച്ചമുളക്, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, മല്ലിയില, കറിവേപ്പില ഉണ്ടെങ്കിൽ അതും എടുക്കുക. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം സോട്ട് ചെയ്യാം. അതിലേക്ക് നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കുക. ചിക്കന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു ഹാഫ് കുക്ക് ആക്കി എടുക്കാം. ഒന്ന് ഹാഫ് കുക്കായി വരുമ്പോൾ നമുക്കത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ആ പാനിലേക്ക് തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂണും കൂടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള വെല്ലുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഉള്ളി പെട്ടെന്ന് വേവാനുള്ള ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതൊക്കെ ഒന്ന് കുക്കായതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് ഒരു 1/2 ടീസ്പൂണും കൂടെ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചമണക്കൊന്ന് പോയതിന് ശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ചിക്കനിലേക്ക് ആ മസാലയൊക്കെ നല്ലോണം പിടിപ്പിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ്, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ചിക്കനൊക്കെ ഏകദേശം നല്ല കുക്കായി വന്നിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്താൽ നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പത്തിരിയും ഫ്രൈഡ് റൈസും ആയിട്ട് ആക്കിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.